വർഷയുടെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടപ്പിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി അമ്മ. പെണ്ണ് വീട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടും കേട്ടും നടപ്പിലാക്കുന്ന ആളാണല്ലോ വിക്രം. പക്ഷേ അപ്പോഴും വന്ദനയുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിലൊരു പെടപ്പ, വല്ലാത്തൊരു ഭാരം. ഇനി വിവാഹമേ വേണ്ടെന്നും ബാക്കിയുള്ള കാലം ദിയമോൾക്കൊപ്പം ജീവിക്കാമെന്നും അല്ലേ അവള് പറയുന്നേ? അല്ലേ? വിവാഹമേ വേണ്ടെന്നുള്ള അവളുടെ തീരുമാനം ശരിയല്ല ചന്ദ്രിക. ദിയമോളോടൊപ്പം ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കേട്ടോ മോളെ, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും തറവാട്ടിലൊരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. വർഷയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ. നല്ലൊരു പയ്യനെ നോക്കി വന്ദനയ്ക്കൊരു പുടവ കൊടുപ്പിക്കണം. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? ദിയമോൾ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ദിയമോൾ എവിടെ? നിങ്ങളുടെ വീട്ടിൽ കഴിയുന്ന ദിയമോൾ എവിടെയെന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. കുഞ്ഞെവിടെയുള്ളത്? അതിന് നിങ്ങൾ എന്താ ചെയ്ത്? ദിയമോൾ എവിടെയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? കളിയൊന്നും ഞങ്ങളോട് വേണ്ട. ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസൊന്നും കൂടാതെ രക്ഷപ്പെട്ടതിന്റെ കുങ്കൊന്നും ഞങ്ങളോട് എടുക്കണ്ട. ദിയമോളെ കൊണ്ടേ ഞങ്ങൾ പോവും. ദിയമോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ നാടകം കളിയൊന്നും ഞങ്ങളോട് വേണ്ട. ദിയ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തടയാൻ നിൽക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളണം. സാഗറെ, സർവ്വ മുറികളെ അരിച്ചു പറക്കി അവളെ തൂക്കിയെടുത്തോണ്ട് വാ. എന്റെ മോൻ, എന്റെ കൊച്ചിന് വല്ലതും പറ്റിയാലുണ്ടല്ലോ ഒന്നളെ ഞാൻ. ഒന്ന് മാറാ അങ്ങോട്ട്. കുറെ നോട്ടുകെട്ടുകളും അട്ടിയിട്ട് വെച്ച് കാവലിരിക്ക നീതി കാക്കുന്ന ഭൂതത്തെ പോലെ. എന്നെ പരിഗണിക്കണ്ട. സ്വന്തം ചോരയിൽ പിറന്ന കുട്ടിയോടെങ്കിലും അല്പം കരുണ കാണിച്ചൂടെ? മറ്റുള്ള കുട്ടികളൊക്കെ പുതിയ ബുക്കും ഡ്രസ്സും ബാഗും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോ എന്റെ കുഞ്ഞിന് പഴയ ബാഗും പഴയ യൂണിഫോമും. അവൻ ആവശ്യമുള്ളത് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അച്ഛനാണത്രേ അച്ഛൻ. എന്തിനാ പണത്തിന്റെ മുകളിൽ ഇങ്ങനെ പെറ്റി കിടക്കുന്നത്? ആർക്ക് വേണ്ടിയാ? നീ വിഷമിക്കാതിരി. നിന്റെ പരിഭവങ്ങളെല്ലാം നമുക്കുടൻ പരിഹരിക്കാം. നമുക്ക് നമ്മുടെ മോനുമൊത്തൊരു ഔട്ടിങ്ങിന് പോവാം. എന്താ? ഞാനേ നല്ലൊരു ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട്.
അവിടെ നല്ല സൂപ്പർ കൊഞ്ച് കറിയും ഫ്രൈയും കിട്ടും. സ്പെഷ്യൽ പൊറോട്ട വേറെയും. എന്റെ ചെലവിലെ നമുക്ക് മതി വരുവോളം ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിലേ നിനക്കിഷ്ടപ്പെട്ട റെസ്റ്റോറന്റിന്റെ പേര് പറയ്. എത്ര കോസ്റ്റ്ലി ആയാലും നമുക്ക് അവിടെ പോയി കഴിക്കാം. ജീവനതുല്യം സ്നേഹിക്കുന്ന എന്റെ പൊന്നു ഭാര്യയല്ലേ, പിണങ്ങാതെ. ദിയമോളോ, എന്ത് തെമ്മാടിത്തരവടാ നീ കാണിച്ചത്? ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും എനിക്ക് അറിയില്ലടാ. മര്യാദയില്ലാത്ത നിന്നോട് എന്തിനാടാ ഞാൻ മര്യാദ കാണിക്കുന്നേ? ദിയമോളെ നീ തട്ടിക്കൊണ്ടു വന്നിരിക്കല്ലേ? എവിടെയാടാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അറിയണം നിനക്ക്? പ്രകാശ് ചേട്ടാ വേണ്ട, അടിപിടിക്കൊന്നും പോണ്ട. വേണമടി. യാതൊരു ഉളുപ്പുമില്ലാതെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്ന ഇവനെ വെറുതെ വിടണോ? വെറുതെ വരട്ടാതറാ. ദിയമോൾ എവിടാണെന്ന് എനിക്കറിയേണ്ടത്. ദിയമോളോ? പോലീസുകാരുടെ ഒത്താശയോടെ സ്റ്റേഷനിൽ നിന്ന് ദിയമോളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയത് നീയലടാ. അതിനുവേണ്ടി നിരപരാധികളായ എന്റെ അച്ഛനമ്മമാരെയും വന്ദനയും എന്തിന് നാക്കും മൂക്കുമില്ലാത്ത വിനുവിനെ പോലും നീ ലോക്കപ്പിലടച്ച് പീഡിപ്പിച്ചില്ലടാ. എന്നിട്ട് ദിയമോളെ അന്വേഷിച്ച് ഇങ്ങോട്ടാണോടാ വന്നിരിക്കുന്നത്? കടക്കള പുറത്ത്. ഒന്ന് പോടാ. കൊണ്ടുപോ. എന്നെ നിനക്കറിയില്ല. ദിയമോൾ എവിടെടാ? പറയടാ, ദിയമോൾ എവിടെ? ദിയമോളെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? വന്ദനമ്മയുടെ വീട്ടിൽ പോണ്ട വരി എഴുതാ. ഞാൻ ഈ നാട്ടുകാരിയല്ല മോളെ. മോള് വേറെ ആരോടെങ്കിലും ചോദിക്കേ. ഓ, എന്തൊരു ചൂടാ, പൊള്ളുന്നു. നല്ല വിശപ്പും ഉണ്ട്. വന്ദനമ്മയുടെ വീട്ടിൽ ചെന്ന വന്ദനമ്മ വയറ് നിറച്ച ആഹാരം തരുമായിരുന്നു. വന്ദനമ്മയുടെ വീടിന്റെ ആരോടാ ചോദിക്കുന്നേ? എന്താ ഒരു പരിങ്ങല്? പുറത്തെന്താ പ്രശ്നം? അത് എന്നെ കണ്ടപ്പോ നീ ആകെ ഭയന്ന് വിറച്ച് മുറിയിലേക്ക് കയറി ഒളിച്ചല്ലടാ. ഇപ്പൊ മനസ്സിലായടാ, നീയാണ് പ്രതിയെന്ന്. നീയാണ് ദിയമോളെ തട്ടിക്കൊണ്ടു വന്നത്. ദിയമോളെ എവിടാ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ വരുവാ. ഓഹോ, എന്റെ ഭർത്താവിനെ നിങ്ങൾ ഉപദ്രവിക്കും അല്ലേ? ഇവിടെ ആരും ദിയമോളെ തട്ടിക്കൊണ്ട് വന്നിട്ടില്ല. വെറുതെ തോന്നിവാസം കാണിക്കാതെ പുറത്തു പോ. ദിയമോളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോവും. ഇവിടെ ഇല്ലാത്ത ദിയമോളെ താൻ എങ്ങനെ കൊണ്ടുപോകും? മര്യാദക്ക് ദിയമോളെ ഇറക്കി വിടറി. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലേ എന്റെ കൈയുടെ ചൂട് താൻ അറിയും. നിന്റെ കൈക്കരുത്ത് നിന്റെ ഈ പുളുന്തൻ ഭർത്താവിനെ അറിയിച്ചാ മതി കേട്ടോ. എന്നെ നിനക്ക് അറിയില്ല. മഹാ ചെറ്റയാടി ഞാൻ, കേട്ടോടി. നീ ചെറ്റയാണെങ്കിലേ അതിലും വലിയ ചെറ്റയാടാ ഞാൻ.
ആ, അത് കലക്കി. ചുമ്മാ പേടിപ്പിക്കാതല്ലോ. ഞാൻ മുൻ MLA കരുണാകര കുറുപ്പിന്റെ മകളാ. എന്നോട് കളിച്ചാ പിന്നെ നീ പുറം ലോകം കാണില്ല, പറഞ്ഞേക്കാം. എന്റെ ബെഡ്റൂമിൽ കയറി വന്ന് ഗുണ്ടായസം കാണിക്കുന്നു. സ്ത്രീ പീഡന വകുപ്പിൽ പെട്ട അകത്താവണ്ടെങ്കിൽ ഇറങ്ങണ പുറത്ത്. എന്താടാ കിട്ടിയതൊന്നും പോരെ നിനക്ക്? അതോ ഇറങ്ങി പോടാ പുറത്ത്. ഹരിതേ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നീ കരുണാകരക്കുറിപ്പിന്റെ മോള് തന്നെ. ചക്കര. വന്ദനാമ ഇതിനകത്തിരിക്കുന്നുണ്ടായിരുന്നോ? നിങ്ങൾ എന്താ ഇവിടെ? ഇവിടെ പ്രശ്നം നീയാ, നീ തന്നെയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? ഒന്നും അറിയില്ലല്ലേ? മോളെ കാണാനില്ല. മോളെ കാണാനില്ലെന്നോ? അവൾ എവിടെ പോയി? വലിയ പാവകളിയൊന്നും എന്നോട് വേണ്ട. അമ്മയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് ആ പാവം കുഞ്ഞിനെ വശീകരിച്ച് വെച്ചിരിക്കല്ലേ നീ. നീയാണ് കുട്ടിയെ തട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നത്. അവള് ഈ മുറി തന്നെ ഉണ്ടാവും. അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. എന്താ സാഗരം നിങ്ങളെ കാണിക്കുന്നത്? അവന് കൊണ്ടതൊന്നും പോരാൻ തോന്നുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കാണാനും കഴിഞ്ഞു. എടി കൊച്ചേ, ഇവിടെ കഴിയുന്നവരൊക്കെ സത്യവും മാന്യതയുള്ള കുടുംബക്കാരാ, അല്ലാതെ പിള്ളേരെ തട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അല്ല. ദിയമോളെ തൂക്കിയെടുത്തോണ്ട് വരുമെന്ന് വീരവാദം പൊഴിക്കല്ലോ. എന്നിട്ട് ദിയമോളുടെ പൊടി പോലും കിട്ടിയോടി, അഹങ്കാരി. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവോ? ദേവി, മഹാമായെ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും സംഭവിക്കരുത്. അമ്മ, അങ്കിളെ, വന്ദനമ്മയുടെ വീട്ടിൽ പോകുന്ന വരി ഏതാ അങ്കിളെ? വന്ദനാമ്മ? ഏത് വന്ദനാമ്മ? അവരുടെ വീട്ടുപേരെന്താ? അത് ദിയമോൾക്ക് അറിയില്ല. അതൊന്നും അറിയാതെ വന്ദനാമ്മയെന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? ആളിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും മോളെ. നീ ഒരു കാര്യം ചെയ്, പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്ക്, ചിലപ്പോൾ അവർക്കറിയായിരിക്കും.
കുട്ടി കാണുന്നില്ലല്ലോ. ഈ സമയത്ത് ഇതുവഴിക്ക് വെച്ചാ ഞാൻ അധികം അവളെ കണ്ടിട്ടുള്ളത്. ഇനി ആ കുട്ടി വല്ല സ്കൂളിലെയും ടീച്ചറായിരിക്കോ? ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും പോയി അന്വേഷിക്കാന്ന് വെച്ചാ അവളുടെ പേരും അറിയില്ലല്ലോ. ഇനി ഒരു പക്ഷേ ആളിന്ന് ലീവാണെങ്കിലോ? ഒരാളവിടെ നിപ്പുണ്ട്. സാറേ, എന്തെങ്കിലും ഒന്ന് തരണേ. ദാ, 100 രൂപയുണ്ട്, രണ്ടുപേരും കൂടെ എടുത്തോ. ഏതാ നിങ്ങളുടെ നാട്? അങ്ങ് ബീഹാറിലാ. ഓ, आप बिहार से क्या? आपको हिंदी नहीं आता? बोलो, तुम्हारा नाम क्या है? തുമ്പോളിയോ? അതങ്ങ് ആലപ്പുഴയിലല്ലേ? तुम्हारा नाम क्या है? ബീഹാറിയായിട്ട് രണ്ടുപേർക്കും ഹിന്ദി അറിയില്ലേ? അത് സാറേ 10-30 കൊല്ലമായില്ലേ വന്നിട്ട്, ഭാഷയൊക്കെ മറന്നുപോയി. താമസം എവിടെയാ? അതാ കലങ്കിന്റെ അടിയിലാ. ചാക്കും പഴം തുണികളും ടാർപ്പയും ഒക്കെ വെച്ച് കെട്ടിയ കൂടില്ല. നിങ്ങളുടെ കുടുംബമൊക്കെ? അതൊക്കെ അങ്ങ് തെങ്കാശിയിലാ സാറേ. ബീഹാറിലും തെങ്കാശിയോ? അയ്യോ, അല്ലല്ല, ബീഹാറില. ഞങ്ങള് പോട്ടെ സാറേ. ഇന്നാകെ ഇത് മാത്രമേ കിട്ടിയുള്ളൂ. 2 ദിവസമായിട്ട് കൊടും പട്ടിണിയിലാ സാറേ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിങ്ങളെ കണ്ടാ അറിയാം ഫ്രോഡുകളാണെന്ന്. മോഷണമല്ലോടോ നിങ്ങളുടെയൊക്കെ പണി? അയ്യോ അല്ല. നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. ഞങ്ങള് പിച്ചക്കാരാ സാറേ. ഇവിടെ ഭിക്ഷാടനമൊക്കെ നിരോധിച്ചിരിക്കുക, അതറിയില്ലേ നിങ്ങൾക്ക്? ഭിക്ഷാടനം എന്ന പേരിൽ ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത്. ഇല്ല, കാണില്ല സാറേ. കണ്ടാ ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കത്തില്ല. 2 എണ്ണത്തിനകത്താക്കും. വിട്ടോ, തെങ്കാശിക്ക് തന്നെ വിട്ടോ. ഹലോ, ദീമോളെ കാണാനില്ല. ദീമോൾ അവിടെ വന്നോ? അവൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ വിളിച്ചോണ്ടിരിക്കുക. വന്നിട്ടില്ലേ? അഥവാ അവൾ അവിടെങ്ങാനും വന്നാ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ? വന്ന എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ. അല്ല, അവള് രാഗയുടെ കൂടെ താമസിച്ചിരുന്ന. എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ വിളിക്കാം. ദീമോൾ അറിയാവുന്ന എന്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ വിളിച്ചു. അവിടെ എങ്ങും അവള് ചെന്നിട്ടില്ല. കുട്ടിയെ കാണാതായിട്ട് നേരം കുറെ ആയില്ലേ? എന്നിട്ട് ഇതുവരെ പോലീസിൽ അറിയിച്ചില്ലേ? ആദ്യം നിങ്ങൾ പോലീസിൽ അറിയിക്കേ. അങ്ങനെ പോലീസും കേസൊന്നും വേണ്ട. കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്ന ആരായാലും മര്യാദയ്ക്ക് ഇറക്കി വിട്ടാ മതി. അതെന്താ, കോടതിയും കേസും ഒക്കെ മടുത്തോ? അങ്ങനെ വന്ദന ദിയമോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഉറപ്പ് പറയുന്നവർക്ക് വന്ദനയ്ക്കെതിരെ കേസ് കൊടുത്തൂടെ? രാഖി കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല ഏട്ടാ. പോലീസ് സ്റ്റേഷനില് ദിയമോളെ കിട്ടിയ പോലീസുകാർ ഇവളെ ചോദ്യം ചെയ്യും. ഒളിച്ചോടാനുള്ള കാരണം ബാലപീഡനമാണെന്ന് കുട്ടി മൊഴി കൊടുക്കും. അതോടെ രാഖിക്കും സാഗറിനും പൂട്ടും വീഴും. നിർത്തടി. അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് ഞങ്ങളെ വിഡ്ഢികളാകാൻ നോക്കണ്ട. ദിയമോളെയും കൊണ്ടേ ഞങ്ങൾ പോകും. വാശി പിടിക്കാതെ രാഖി. സമയം കളയാതെ നമുക്ക് കുഞ്ഞിനെ അന്വേഷിക്കാം. എല്ലായിടത്തും തിരക്കിട്ട് മിസ്സിംഗ് ആണെങ്കിൽ പിന്നീടുള്ള വഴി നമുക്ക് അപ്പം ആലോചിക്കാം. എനിക്ക് 1-2 പേരെ കൂടി വിളിച്ചു ചോദിക്കാനുണ്ട്. മാനവ, ഇവളൊക്കെ ചേർന്ന് ദിയമോളെ കൊന്നോന്ന് ആർക്കറിയാ? എന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാ ഇതൊക്കെ.
എന്താടി നോക്കുന്നത്? ഒരു കൊച്ച് കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാ. വാ.